ഗട്ടറിൻ്റെ അകത്ത് 3 പേരാണ് മരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അരയ്ക്കൊപ്പം പോലും വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഈ 3 തൊഴിലാളികൾ എങ്ങനെ രാവിലെ 10-നും 11 മണിക്കിടയ്ക്ക് മരിക്കുന്നു? എന്ത് വ്യത്യാസം നമ്മളും ആ സാഹചര്യവും തമ്മിൽ? കേരളം ഒഫീഷ്യലി 5,16,320 കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു സംസ്ഥാനമാണ്. 35 ലക്ഷം എന്ന് പറയുന്ന ഈ കണക്ക് ഔദ്യോഗികപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പട്ടിണി എന്ന് പറയുന്നു, തൊഴിൽ ഇല്ലായ്മ എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് പണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ്. വാസ്തവത്തിൽ ഈ കേരളത്തിലെ ഈ അർബൻ സെമി അർബൻ സ്ഥലങ്ങളിലെ റെൻറ്റ് ഇക്കോണമിയെ ഏറ്റവും കൂടുതൽ തകിടം മറിച്ചിരിക്കുന്നത് അവിടങ്ങളിലെ ഇത്തരത്തിലുള്ള സ്വകാര്യ താമസ സൗകര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. ഒരു മാസം 7,000 തൊട്ട് 15,000 വരെ അയക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുമോ ഇവർ ഈ പറഞ്ഞ ശരിയാണല്ലോ, കൊള്ളയടിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരെവിടെ താമസിക്കണമെന്നും കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നിജാവസ്ഥ മനസ്സിലാവും. ഇപ്പോൾ 400 സ്ക്വയർ ഫീറ്റുള്ള സ്ഥലത്ത് 6 പേര് താമസിച്ചാൽ ഒരാൾക്ക് മൂവ് ചെയ്യാൻ കിട്ടുന്ന സ്ഥലം എത്രയാണ്? ഈ സ്ഥലത്തിനാണ് ഇയാൾ 1,500-2,000 രൂപ വരെ ഒരു മാസം കൊടുക്കുന്നത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേറ്റാണ്. 12 മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കുന്ന ആളുകളുടെ സംഖ്യ 57% നമ്മുടെ കണക്കിലാണ്. റെലൻറ്റ്ലെസ് എൻഗേജ്മെൻറ്റ് അറ്റ് വർക്ക്. അത് നമ്മളുടെ ഒരു 1920കളിലെ തൊഴിൽ നിയമത്തിനും പുറകിലാണ്. മൾട്ടിനാഷണൽ കമ്പനികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുടിയേറ്റ തൊഴിലാളികളുണ്ട്. നമ്മുടെ മെട്രോ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ എന്ന് വേണ്ട മൾട്ടിനാഷണൽ കമ്പനി റിക്രൂട്ട് ചെയ്യുന്നവർക്കൊക്കെ 500 രൂപയാണ് അവരുടെ ശമ്പളം. ഇവിടുത്തെ ഓടകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരങ്ങളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇന്നും ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മടിക്കുന്ന മധ്യവർഗമാണ് നമ്മളുടേത്. ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് താനെന്നുള്ള ഒരു വിചാരം ഒരു ചെറിയ കുട്ടിക്ക് ഉണ്ടാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളുമാണ്. അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ പെരുമാറ്റത്തിനും നമ്മൾ ഉത്തരവാദികളാണ്. ഒരു പഞ്ചായത്ത് പോലും കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സുരക്ഷയ്ക്കോ വേണ്ട, അവരെക്കുറിച്ച് ചിന്തിക്കാനോ പോലും ഒരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. സ്വന്തമായിട്ട് വില കൽപ്പിക്കാനോ മറ്റുള്ളവരാൽ വില കൽപ്പിക്കപ്പെടാനോ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള അൺഅറ്റാച്ച്ഡ് പൗരത്വത്തിൻ്റേതായിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിനെയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത് ഒരു ഭയങ്കരമായ രാഷ്ട്രീയ പ്രശ്നമാണ്. പത്തനംതിട്ടയിലെ ഫീൽഡ് വർക്കിന് പോയപ്പോൾ ചോദിച്ചാണ്, നിങ്ങൾക്കൊക്കെ യുവമാരെ കുറിച്ച് പഠിക്കാനാണോ നേരമുള്ളൂ, ഞങ്ങളെ കുറിച്ച് എന്താ പഠിക്കാത്തതെന്ന്. കേരളത്തിലെ അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ജീവിത പരിസരവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആരോഗ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം, അതിലൂന്നിക്കൊണ്ട് MG യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററാണ് ഡോക്ടർ ബിജുലാൽ MV, പ്രൊജക്റ്റ് അസോസിയേറ്റാണ് നവാസ് M ഖാദർ. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും മൗലികവും വിപുലവുമായിട്ടുള്ള ഒരു ആദ്യത്തെ പഠനമെന്ന് തന്നെ പറയാം. ഇത്രയും ഡാറ്റ വൈസായിട്ടും ഇത്രയും മനുഷ്യന്മാരായിട്ട് സംസാരിച്ചും അവരുടെ ഇടയിലൂടെ സഞ്ചരിച്ചൊക്കെ ചെയ്ത ഒരു പഠനം. ആരോഗ്യ സുരക്ഷയിലാണ് ഊന്നലെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അവരുടെ ജീവിത നിലവാരം വരും, സാമ്പത്തിക അവസ്ഥ വരും, കൾച്ചറലായിട്ടുള്ള വിഷയങ്ങൾ വരും, സോഷ്യൽ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് വരും. അങ്ങനെ പല വിഷയങ്ങളും ഈ ഊന്നൽ ആരോഗ്യ സുരക്ഷയിലാണെങ്കിലും ഈ വിഷയങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ്. ഗവേഷണത്തിനേക്കാൾ വിപുലമായിട്ട് ഒരു അന്വേഷണം ആണ് ഈ പഠനം എന്ന് പറയാം. അപ്പോൾ അതിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കാനിരിക്കുന്നത്. അതായത് 35 ലക്ഷത്തോളമാണ് ഇവരുടെ എണ്ണം എന്ന്. അതായത് കേരളത്തിലെ അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ഒരു 35 ലക്ഷത്തോളം വരും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ കേരളത്തിലേക്കുള്ള അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ കുടിയേറ്റത്തിൻ്റെ സ്വഭാവത്തിൽ സമീപകാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നവാസ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായും. ഇത് നമ്മുടെ പഠനം അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ NRF ഫണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ച്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1900 മുതൽ കുടിയേറ്റം എന്നുള്ള പദം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്.
അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഒരു കുടിയേറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഉദാഹരണത്തിന് ആസാമിലേക്ക് കുടിയേറിപ്പോയ ജനതയാണ് മലയാളികൾ. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ചെല്ലുവാണെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില വർക്കുകൾ, പ്രത്യേകിച്ച് 1900 മുതൽ 1930 വരെയുള്ള കുടിയേറ്റത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. തീസിസുകളാണ്, MA തീസിസുകളാണ്. കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് മലയാളികൾ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയെന്നുള്ളത്. അതിനുശേഷം 1930-കൾക്ക് ശേഷമാണ് കേരളത്തിൽ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ ഇന്ന് വിളിക്കുന്ന, ഇന്നാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ഇതിനു മുമ്പ് നമ്മൾ തമിഴ് സഹോദരങ്ങളെ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികളായിട്ടല്ല കണ്ടത്, നമ്മുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു കണ്ടത്. 1957 വരെ നമ്മളൊരു വിഭജനവും ഇല്ലാതിരുന്ന, അതിർത്തികളില്ലാതിരുന്ന ജനതയായിരുന്നു. 57-ലെ വിഭജനത്തോടു കൂടി ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് മാറ്റപ്പെട്ടവരാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സഹോദരങ്ങൾ. അപ്പോൾ അവരുടെ തലമുറകൾ ഇന്നും പ്ലാന്റേഷനിലും മറ്റ് കാടമം പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ കൃഷിസ്ഥലങ്ങളിലെല്ലാം ഇന്നും തലമുറകളായിട്ട് അവർ ജീവിച്ചു വരുന്നുമുണ്ട്. 5-6 തലമുറകളൊക്കെ ആയിട്ട് ഇപ്പോഴും ജീവിച്ചു വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്കുള്ള പ്രകടമായിട്ടുള്ള മാറ്റം 1960-കൾ തൊട്ടെന്നാണെന്നാണ് എൻ്റെ ഒരു അന്വേഷണം എനിക്ക് മനസ്സിലായത്. 1960-കൾക്കൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ ഗൾഫ് ബൂം എന്ന് പറയുന്ന അത് ഗൾഫ് ബൂം കൊണ്ട് മാത്രമാണ് കുടിയേറ്റം ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഗൾഫ് ബൂം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നും വലിയ രീതിയിൽ ജനങ്ങൾ, മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയുണ്ടായി. അപ്പം കേരളത്തിൽ നിന്നൊരു 30 ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികൾ ഗൾഫ് നാടുകളിലേക്കും കയറിപ്പോകുന്നു. ഇത് 1960-ലെ കഥയാണ്. ആ 1960 തൊട്ട് കേരളത്തിൻ്റെ ഈ സെമി സ്കിൽഡ്, ലോ സ്കിൽഡ് അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതിന് ഈ അക്കാദമിക്കലി ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാവുന്നതിന് ഈ വൈദഗ്ധ്യം കുറഞ്ഞ, എല്ലാ തൊഴിലിനും വൈദഗ്ധ്യം വേണമെങ്കിലും വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലിലേക്കുള്ള തൊഴിലാളികൾ, നമ്മുടെ പാടങ്ങളിൽ കൃഷി ചെയ്യാൻ അത് വൈദഗ്ധ്യം വേണ്ട തൊഴിലാണ്, പക്ഷേ പഠിച്ചെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ തോട്ടങ്ങൾ, ഇവിടെ എല്ലാം തമിഴ്നാട്ടിലുള്ള തൊഴിലാളികളാണ് 1950 മുതൽ കൃഷി ചെയ്യാനും ജോലിക്കും വന്നത്. അവരാണ് നമ്മുടെ ആദ്യത്തെ കുടിയേറ്റ തൊഴിലാളികളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നവരായിട്ട് 1950 മുതലുള്ളത്. 1990 വരെ അവർ സജീവമായിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുമുള്ള തൊഴിലാളികൾ, കർണാടകത്തിൽ നിന്നുള്ള തൊഴിലാളികളുടെ പരമ്പരകൾ ഇന്നും വയനാട് ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ 1990 വരെ ഇത്തരം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 1990-ന് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് LPGയുടെ ഒരു കാലഘട്ടമാണ്. അതൊരു ലിബറലൈസേഷൻ പോളിസികളുടെ, പ്രൈവറ്റൈസേഷൻ പോളിസികളുടെ ഒരു ഭാഗം കൂടിയായിട്ട് നമ്മൾ കണക്കാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ വ്യവസായത്തിൻ്റെതായിട്ടുള്ളൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് 90-കളിൽ. ഈ 90-കളിൽ തൊട്ടാണ്, 90-കൾ മുതലാണ് കേരളത്തിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. പ്രകടമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്ലൈവുഡ് മേഖല മാത്രം എടുക്കുകയാണെങ്കിൽ 1994 ഡീഫോറസ്റ്റേഷൻ ആക്ട് ആസാമിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആസാമിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. 90 മുതൽ, അതായത് 1945-ലാണ് ആസാം പ്ലൈവുഡ്, വെസ്റ്റേൺ പ്ലൈവുഡ് എന്നും പറഞ്ഞ് കണ്ണൂർ വളപട്ടണത്ത് സ്ഥാപിക്കുന്നത്. അന്ന് തൊട്ട് ഇന്നിപ്പോൾ പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടെന്ന് പറയപ്പെടുന്നത്, അതല്ല കണ്ണൂരാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് പെരുമ്പാവൂർ തന്നെയാണ്. 444 പ്ലൈവുഡ് ഫാക്ടറികളാണ് എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ വെങ്ങോല പഞ്ചായത്തിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഏകദേശം 400-ൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തതും ചെയ്യപ്പെടാതെയുണ്ട്. അപ്പം 90-കൾക്ക് ശേഷം പ്രകടമായിട്ട് കുടിയേറ്റ തൊഴിലാളി കേരളത്തിലേക്ക് എത്തുന്നു. 2014 സെൻസസ് കൃത്യമായിട്ട് അത് അടിവരയിട്ട് പറയുകയാണ്, കേരളത്തിലേക്കുള്ള കുടിയേറ്റ തൊഴിലാളികൾ മേജർ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് 2000-ലാണ്. അതായത് 2000 തൊട്ട് 2011 വരെയാണല്ലോ 2014 സെൻസസ് പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നു, വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയൊരു ഷിഫ്റ്റ് കേരളത്തിലേക്ക് ഉണ്ടാവുന്നു. അപ്പം എന്തുകൊണ്ട് കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു പ്രശ്നവും കൂടെ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളം ഒഫീഷ്യലി 5,16,320 കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു സംസ്ഥാനമാണ്. 35 ലക്ഷം എന്ന് പറയുന്ന ഈ കണക്ക് ഔദ്യോഗികപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇൻക്ലൂഡിങ് കേരള ഗവൺമെൻറ് പോലും അംഗീകരിച്ചിട്ടില്ല.
നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റിന് നൽകിയ RTI പ്രകാരം നമ്മൾ ചോദിച്ചു കേരളത്തിൽ എത്ര കുടിയേറ്റ തൊഴിലാളികളുണ്ട്. 5,16,320. പിന്നെ എങ്ങനെയാണ് 35 ലക്ഷം വരുന്നത്? 35 ലക്ഷം കണക്ക് വന്നത് കേരള പ്ലാനിംഗ് ബോർഡ് 2021 ഒരു പഠനം നടത്തി. ഡോക്ടർ രവിരാമനും ഡോക്ടർ പ്രീഡയും കൂടെ കൂടിയിട്ട് അതിനകത്ത് അവർ സാമ്പിൾ ഡേറ്റകളെ വെച്ചുകൊണ്ട് പ്രൊജക്ഷൻ ചെയ്തേക്കണെയാണ്. പ്രൊജക്റ്റഡ് ആണ്, അത് എസ്റ്റിമേറ്റ് ആണ്. ആ എസ്റ്റിമേറ്റ് 3 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത്, മീഡിയം, ഏറ്റവും കൂടിയത്. അത് ഏറ്റവും കൂടിയതാണ് ഈ പറയുന്ന 28 തൊട്ട് 34 ലക്ഷം വരെ ആകാം. 2025 50 ലക്ഷം ആകാം. ഇങ്ങനെയുള്ള കണക്ക് പറയുന്നത് ഇത് സർക്കാർ ലേബർ മിനിസ്റ്റർ നമ്മളായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞത് അങ്ങനെ ഒരു കണക്ക് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമുക്ക് RTIയിൽ ഉത്തരം എഴുതി തന്നു, അങ്ങനെ ഒരു കണക്ക് നമ്മൾ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അപ്പം ഇതാണ് കുടിയേറ്റത്തിന്റെ, അതായത് കേരളത്തിലെ ഇന്നത്തെ കുടിയേറ്റത്തിന്റെ ഒരു പശ്ചാത്തലമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ കേരളത്തിലെ തൊഴിൽ സേനയുടെ ഒരു 18 മുതൽ 25% വരെ ആവാം ഇവര് ഈ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണമുണ്ടെന്ന് ഇങ്ങനെ കണക്കാക്കാം ഈ ഒരു എസംഷൻ വെച്ചുകൊണ്ട്. കേരളത്തിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ താങ്കളുടെ തന്നെ ഒരു പഠനത്തിൽ ഈ കുടിയേറ്റത്തെ ഇപ്പോൾ തൊഴിൽ, കൂലി, അങ്ങനെ നമ്മൾ സാധാരണ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാരണങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ സാമൂഹ്യ വിവേചനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടർ താങ്കളുടെ ഒരു മുൻപുള്ളൊരു പഠനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സാമൂഹ്യ വിവേചനം, ഇപ്പോൾ തൊഴിലും കൂലിയും അവിടെ നിൽക്കട്ടെ, അത് ബേസിക്കാണ്. അത് ഈ സാമൂഹ്യ വിവേചനം എന്ന് പറഞ്ഞ ഫാക്ടർ കേരളത്തിലേക്കുള്ള ഈ അന്തർ സംസ്ഥാന തൊഴിലാളി കുടിയേറ്റത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ? തീർച്ചയായും വഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിലെ എൻ്റെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ പല സാഹചര്യങ്ങളിലും പല സ്ഥലങ്ങളിലുമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മീഗർ ലിവിങ് എക്സ്പെക്റ്റേഷൻ, വളരെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജീവൻ ശരീരത്തിൽ നിലനിർത്തുന്ന രീതിയിലുള്ള അതിനുവേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത ക്രമവും രീതിയൊക്കെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അത് നമുക്കൊരു അമിതാധ്വാനം വഴി കായികമായിട്ട് ശോഷിച്ചു പോകുന്ന ഒരു തൊഴിൽ ശരീരം എന്ന രീതിയിലേക്ക് ഒരു തൊഴിലാളി, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വേറൊരു ലിംഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും എല്ലാവരും അങ്ങനെ അതിനുവേണ്ടി അങ്ങനെ അർപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം. ഇത് ബോധപൂർവം സംഭവിക്കുന്നതാണെന്ന് ഉള്ള രീതിയിലുള്ള അവരുടെ ആഹ്ലാദഭരിതമായിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്നൊക്കെയുള്ള ചില സാമാന്യവും വളരെ ആഴം കുറഞ്ഞതുമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പോലും നമുക്കുണ്ട്. അത് പൊതുരംഗത്ത് ഒരുപാട് പ്രചരിക്കപ്പെടുന്നൊരു കാര്യം. ഇത് തീർത്തും അവാസ്തവമായ ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ ഒരുപക്ഷെ ഡ്രൈവേഴ്സ് എന്ന് പറയും, അതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ അന്നത്തെ പഠനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പട്ടിണി എന്ന് പറയുന്നു, തൊഴിൽ ഇല്ലായ്മ എന്ന് പറയുന്നു, സാമൂഹിക വിവേചനം, ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നു. മൂന്നാമത്തെ കാരണം എന്നുള്ള രീതിയിൽ അത് മൂന്നാമത്തെ കാരണമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി അതേ ചോദ്യം തന്നെ അടുത്ത രീതിയിൽ ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ വീണ്ടും കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണുന്നത് അക്രോസ് ദ ലൈൻ ഓഫ് റെസ്പോണ്ടൻസ് ഇത് ശരിക്കും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം വിവേചനങ്ങൾ ഈ കേരളത്തിൻ്റെ ഒരു സ്ഥലത്തില്ല എന്നുള്ളത് ഈ സമകാലികമായിട്ടുള്ള രീതിയിൽ നമ്മളിരുന്ന് സംസാരിക്കുന്നു. ഈ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ മുതലാണെന്ന് നമുക്ക് കണക്കാക്കിക്കൂടാ. കേരളം ഇപ്പോൾ ഈ കുമാരനാശൻ പറഞ്ഞ പോലെ നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും എന്ന് പറഞ്ഞൊരു രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് ഒരു 100 വർഷം കൊണ്ട് ഇത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് പൊതുരംഗത്ത് അപമാനകരമാണെന്നെങ്കിലും പറയുന്ന ആ ഭീതി കൊണ്ട് അത് കാണിക്കാതിരിക്കുന്നൊരു സമൂഹമാണിത്. ഇതിന് മുന്നോട്ടും പുറകോട്ടും ഉള്ള പോക്കലിനുള്ള സാധ്യത പോലും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം തൊഴിലാളികൾ പൊതുവിൽ ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. എങ്ങനെയാണ് ഒരു സാമൂഹികമായ, ഞാനൊരു സമയത്ത് സൂചിപ്പിച്ചതുപോലെ ലോകത്തെ പല സ്ഥലങ്ങളിലും, ഇപ്പം സൗത്ത് ആഫ്രിക്കയിലെ ഒരു കേസ് സ്റ്റഡിയെ പറ്റി ഞാൻ പറഞ്ഞു. അവിടെ തൊഴിലാളികളും തദ്ദേശീയരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വളരെ വ്യാപകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗവേഷണ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ വാസ്തവത്തിൽ അത്തരത്തിലുള്ളൊരു പഠനം, ഞങ്ങളുടെ പഠനത്തിൽ അത് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പാലക്കാട് ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസും ഞങ്ങൾ പറഞ്ഞു. അത് അവിടെ ഈ ക്രാഫ്റ്റ് വർക്കുകൾ, തയ്യൽ, തുന്നൽ ജോലികൾ, മറ്റ് കളിപ്പാട്ടങ്ങൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ആളുകൾ നമ്മുടെ ഈ മലയാളികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. നന്നായിട്ട് റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, നല്ല മയമുള്ള റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് നമുക്കൊരാൾ ഒരു
അത്തരത്തിലുള്ള കാര്യങ്ങളോട് ഇടപെടുന്ന ഒരാളിനെ വളരെ കരുതലോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇങ്ങനെയുള്ളൊരു ന്യൂനപക്ഷം വളരെ കൃത്യമായ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ നടത്തുന്നുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. കൊല്ലത്ത് എനിക്കറിയാവുന്നൊരു കോൺട്രാക്ടർ, അയാൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. അത് തൊഴിലാളികൾ പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അവരർഹിക്കുന്നതിൽ കൂടുതലുള്ള ബോണസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ പല ആളുകളുടെയും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ചൂഷണം പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജിങ് കൊടുക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലോ ഒരു പ്രശ്നം കാണിക്കാത്ത രീതിയിലുള്ള ആളുകൾ ഇവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ വീണ്ടും നമ്മൾ നേരത്തെ ഒരു പഠനത്തിൽ പറയുന്ന പോലെ ഇപ്പം ഞാൻ CS വെങ്കടേശ്വരൻ്റെ ആ ടൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലായിട്ട് ഇന്നും തുടരുന്ന ഒരു കാര്യം, മലയാളികൾ ഞങ്ങളുടെ മുഖത്ത് നോക്കാറില്ല എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ. CS ഇത് പറയുന്നത് ഒരു അന്തർ സംസ്ഥാന തൊഴിലാളിയുടെ വായിലൂടെയാണ് ഇത് പറയുന്നത്. അത് ശരിക്കും അയാൾ എടുക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പ്രാമാണിക വസ്തു തന്നെയാണ്, ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൊഴിലാളി തൊഴിൽ കൊടുക്കുന്ന ആളിനോട് പാലിക്കേണ്ട വിധേയത്വങ്ങളുടെ സാമാന്യ രീതികൾ ബാധകമല്ലാത്ത ഒരു സമൂഹമാണ് കേരളം. അത് പലതരത്തിലുള്ള മുന്നേറ്റങ്ങളുടെയും അവകാശ സമരങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന അത്തരത്തിലുള്ള സാമൂഹ്യ ബോധത്തിലുള്ള ആളുകൾ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും സാമൂഹിക തലങ്ങളിലും ഒക്കെ ഇന്നും നിലനിൽക്കുന്നുകൊണ്ടും അവരുടെ ഇടയിൽ വളരെ കൃത്യമായിട്ടുള്ള മനോവിചാരങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു യുഗ്മ രീതിയിലുള്ള ഒരു പ്രകടനം ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുക. അല്ലാതെ ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റിന് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സോഷ്യൽ ഹിസ്റ്ററിക്കകത്തുള്ള ഇത് വെച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ലോക നിലവാരത്തിൽ തന്നെ ഇപ്പം നമ്മൾ പറയുന്നത് ഗ്ലോബൽ കോമ്പാക്റ്റ് ഓൺ മൈഗ്രേഷൻ എന്ന് പറഞ്ഞത്, അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും സോഷ്യൽ ഡ്രൈവേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ഡിസ്ട്രസ് മൈഗ്രേഷൻ അത് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ ഗ്രാമങ്ങളെ സംബന്ധിച്ച് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഭൂമിയിന്മേലുള്ള ഉടമസ്ഥതയില്ല, മറ്റു ഉൽപ്പാദന വസ്തുക്കളിന്മേലുള്ള നിയന്ത്രണമോ മറ്റു കാര്യങ്ങളോ ഇല്ല. സ്വന്തമായ രീതിയിൽ ഒരു സ്ഥലത്ത് പോയി പണിയെടുത്ത് ന്യായമായ രീതിയിൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന കൂലി കിട്ടാനുള്ളൊരവസ്ഥയില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ തെലുങ്കാനയിലോ ഗോവയിലോ ഒക്കെ അല്പം വ്യത്യാസമുള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇപ്പം നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ പഠനത്തിൽ കാണുന്നൊരു കാര്യം, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ആളുകൾ പറയുന്നത്. അത് ശരി. 87% ആളുകൾ പറയുന്നത് ദിസ് ഈസ് ജസ്റ്റ് എ പാസിംഗ് സ്റ്റേജ് ഇൻ അവർ ലൈഫ്. അവർ പ്രിയപ്പെട്ട ഒരു സംസ്ഥാനമല്ല കേരളം. അങ്ങനെയല്ല, അങ്ങനെ ആവുക എന്ന് പറയുന്നത് ഇത് നമ്മളോട് കേരളത്തിനോട് സ്നേഹമുള്ള മലയാളികളുടെ ഒരു ആഗ്രഹം മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഈ ഫൂട്ട് ലൂസ് ലേബർ, ജാൻ ബ്രഹ്മാനെ പോലത്തെ ആളുകളൊക്കെ പറയുന്നത് ഈ ഫൂട്ട് ലൂസ് ലേബർ എന്ന് പറയുന്ന ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് വളരെ എക്സ്ട്രീനിയസ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പം ചില കുടുംബങ്ങൾ, ഇപ്പോൾ ഏറ്റുമാനൂർ 29 കുടുംബങ്ങൾ, ഞങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൊലാബറേറ്ററായിട്ടുള്ള ഈ ബിനു ബോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റ് ബിനു ബോസ്, അദ്ദേഹത്തിൻ്റെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അന്വേഷണം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചുരുക്കം ചില ആളുകൾ ഇതിനകത്ത് നമ്മളോട് വളരെയധികം ഒരു നല്ല രീതിയിൽ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കണക്കൊന്നും ഇദ്ദേഹത്തിൻ്റെ സംഘടന പറയുന്നത് 29 ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞത്. ആ 29 ഫാമിലിയിൽ ഒരു 6-7 ഫാമിലികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ റേഷൻ കാർഡിൽ പേരില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നിലവിലുണ്ട്. കുട്ടികൾ പഠിക്കുന്നു, ഈ തലമുറയിലുള്ള കുട്ടികൾ പഠിക്കുന്നു, അവർ മലയാളം സംസാരിക്കുന്നു. ആ രീതിയിലുള്ള നമ്മളൊരു മോശം വാക്കാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, അതൊരു ഈ ഭാഷാപരമായിട്ടും മറ്റു രീതിയിലുമൊക്കെയുള്ള ചില ആശങ്കകളൊക്കെ മാറി ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് താനെന്നുള്ള ഒരു വിചാരം ഒരു ചെറിയ കുട്ടിക്ക് ഉണ്ടാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളുമാണ്. അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ പെരുമാറ്റത്തിനും നമ്മൾ ഉത്തരവാദികളാണ്. ഈ ഒരു പ്രശ്നമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു മിക്സ്ഡ് ബാഗാണ്. കാരണം ഈ നവാസ് തന്നെ അവിടെ ആലുവയിലുള്ള ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തൊഴിലാളി 17 വയസ്സോളം ഒക്കെ മാത്രം 17-18 വയസ്സിനുള്ളൊരു പ്രായമുള്ള ഒരാൾ തീക്കകത്ത് വീണ് മരിക്കുന്നുണ്ട്.
ഇത് പ്രൊട്ടക്ഷൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ അടുത്ത സമയത്താണ് 3 തൊഴിലാളികൾ ഒരു കോഴി ഗട്ടറിൻ്റെ അകത്ത് 3 പേരാണ് മരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അരയ്ക്കൊപ്പം പോലും വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഈ 3 തൊഴിലാളികൾ എങ്ങനെ രാവിലെ 10-നും 11 മണിക്ക് ഇടയ്ക്ക് മരിക്കുന്നു. അവരുടെ പോക്കും വരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇപ്പം ഞാൻ തന്നെ ഈ പറയുന്ന ഈ നാഷണൽ ക്യാപിറ്റൽ ഏരിയാസിലൊക്കെ ഇതുപോലെ 16-18 അടി താഴെയുള്ള ഈ സ്യൂവറിൻ്റെ അകത്ത് പോയിട്ട് 3-4 തൊഴിലാളികൾ ഒന്നിച്ച് മരിക്കുന്ന സിറ്റുവേഷനൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിശയം വരും, എന്ത് വ്യത്യാസം നമ്മളും ആ സാഹചര്യവും തമ്മിൽ. ഇങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും തൊഴിലാളികൾ ഇടപെടുന്ന ഒരു തൊഴിൽ സ്ഥലത്തിൻ്റേതായിട്ടുള്ള സാമൂഹ്യ ജീവ സുരക്ഷാ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ടെന്ന് കാണാൻ പറ്റും, ഉറപ്പായിട്ടും കാണാൻ പറ്റും. പക്ഷേ ഇതുണ്ടല്ലോ, മനുഷ്യജീവനെ ഒരു മൗലികമായ ഒരു ഉത്തരവാദിത്വം, മനുഷ്യജീവനെ സംരക്ഷിക്കുന്ന മൗലികമായ ഉത്തരവാദിത്വമാക്കി കണക്കാക്കുന്ന ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥ വ്യവസ്ഥയുടെയോ ഇൻഡസ്ട്രിയുടെയോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായല്ലോ നടത്തിയൊരു കോൺഫറൻസിൽ ഞാനൊരു മോണിറ്ററിംഗ് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോഴത്തേക്ക് അന്നത്തെ സേഫ്റ്റി എഞ്ചിനീയർ പറഞ്ഞത് ദിസ് ഈസ് സംതിങ് ലൈക്ക് 6 മാസം കൊണ്ട് 33 പേരാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. ഈ 33 പേര് ഭരിക്കുന്നതായത് ഡൽഹിയിലെ കാര്യമാണ്, അന്നത്തെ കാര്യമാണ്. പക്ഷേ ഹി വാസ് ഓണസ്റ്റ് ഇനഫ് ടു അഡ്മിറ്റ് ദാറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നു ഇത് ഭയങ്കര അപകടം, കൺസ്ട്രക്ഷൻ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ അപകടമുള്ളൊരു തൊഴിലാണ്, അതുകൊണ്ട് ഇത് സ്വാഭാവികമാണെന്ന് പറയുന്നത് വളരെ യാന്ത്രികമായൊരു യുക്തിയാണ്. അത് നമ്മൾ പുരോഗമിക്കണം. കാരണം അത് ഇപ്പം ചിമ്മിനി സ്വീപ്സിനെ പറ്റി നമ്മൾ മറ്റേ ബ്രിട്ടീഷ് കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞത് 23 മണിക്കൂർ കുട്ടികൾ പണിയെടുത്താൽ അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, 1 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റുകൾ പോലും ഉണ്ടതായിട്ട് അലക് ഫെയ്ഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചൈൽഡ് ലേബറിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് ഒരാൾ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നീതിബോധത്തിൻ്റെ തന്നെ രീതിയിലുള്ള ആ ഒരു മാറ്റം എത്ര വ്യത്യാസപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പുരോഗമനമായ ധാരണകൾ ഒരിക്കലും അക്കാഡമിക്സ് മാത്രമല്ല ഉള്ളത്, അത് ഉദ്യോഗസ്ഥരിലുണ്ട്. ഞങ്ങളോടൊക്കെ എത്രയോ കാര്യമായിട്ട് സഹായിക്കുകയും അവർ ഏറ്റവും രാത്രികാലങ്ങളിൽ പോലും ഇതിനകത്ത് ഇടപെടാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെന്തുമാത്രം സാമൂഹികമായിട്ട് പ്രയോജനമുള്ള മനുഷ്യരാണ്. രാപ്പകലില്ലാത്ത രീതിയിൽ ഇതിനുവേണ്ടി ഓടി നടക്കുന്ന സംഘടനാ പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ ചില ഗവേഷകരുണ്ട്. ഇത്തരത്തിലുള്ള വലിയൊരു മേഖലയിലാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ പഠനത്തിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ഈ പഠനം ക്വാണ്ടിറ്റേറ്റീവ് സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന QSS എന്ന് പറയുന്ന ഈ നമ്മുടെ അനുസന്ധാൻ റിസർച്ച് ഫൗണ്ടേഷന് മുമ്പ് അറിയപ്പെട്ടിട്ടുണ്ടെന്ന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് എന്നായിരുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് സയൻസിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ഇഴ ചേർന്നിട്ടുള്ള ഒരു സിദ്ധാന്തവും അതിൻ്റെ ഒരു പ്രയോഗരീതിയും ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ മോഡലിംഗ് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഫൈനൽ ജനങ്ങളിലേക്ക് ആ ഒരു മോഡൽ നമ്മൾ പരിചയപ്പെടുത്തി, ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി ആരോഗ്യശീലങ്ങൾ നമ്മൾ പരിശോധിച്ച് ഈ നിലവിലുള്ള ശീലങ്ങളിൽ നിന്ന് എത്ര ശതമാനം ഇത് മുന്നോട്ട് പോകേണ്ടത് കണ്ടുപിടിച്ചു എന്നുള്ളത് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് 7%, 8%, 10% അവയർനെസ്, നമ്മളിപ്പം മെൻ്റൽ ഹെൽത്തിനെ പറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റി, ഭയമില്ലാതെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റങ്ങളിലേക്ക് അവരുടെ കാർഡുകൾ ചെയ്യാനോ അതിനെപ്പറ്റി പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള മടിയും സങ്കോചവും ഒക്കെ ഇതിലൂടെ മാറിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമാണ്. ഈ പറയുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഫങ്ഷണൽ ലിറ്ററസി, ഒരു പ്രത്യേക നവസാക്ഷരതയുടെ രീതിയിലുള്ളൊരു കാര്യം ഉറപ്പായിട്ടും ഈ ആരോഗ്യ കാര്യങ്ങളിലും അനുബന്ധമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഇതിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെ ലിബറേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഇത് കണ്ടെത്തുകയും ഞങ്ങൾ തന്നെ ഈ എക്കണോമിക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ ഇതിനെപ്പറ്റി എഴുതിയായിരുന്നു. അതായത് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് പീരീഡിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറുന്നത്. ഫൈനാൻസിൽ മാത്രമല്ല, ഇനിയിപ്പം നമ്മൾ ഈ പറയുന്ന IM വാത്തിസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സജഷനായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ തൊഴിൽ ശരീരങ്ങൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഡ്രഡ്ജറി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ഒരാളിങ്ങനെ ഒരു 20 കൊല്ലത്തോളം കഠിനാധ്വാനം ചെയ്ത് അയാൾ
അയാളുടെ ശരീരം ക്ഷീണിച്ച് ശോഷിച്ച് അയാൾ ഒരു തൊഴിലവസ്ഥയിൽ നിന്നും സാമൂഹിക അവസ്ഥയിലേക്ക് അസുഖത്തിൻ്റെയും അല്ലെങ്കിൽ വൈയായികയുടെയും ആരും നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ ഒരു രീതി ശരിയല്ല. അത് ഈ ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ജനസംഖ്യയിലുള്ള ആളുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം അവരോട് ഏറ്റവും അടുത്ത് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഈ പഠനത്തിൽ വരുന്ന 2 തൊട്ട് 9 വരെ ഡിപ്പെൻഡൻസ് ആണ് ഈ ആളുകൾക്കുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അവരെ കൂടി ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കാൻ പോവുകയാണ്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടി വേണം നമ്മളിതിനെ കാണാനായിട്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് പണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റ്. വാസ്തവത്തിൽ ഈ കേരളത്തിലെ ഈ അർബൻ സെമി അർബൻ സ്ഥലങ്ങളിലെ റെൻറ്റ് ഇക്കോണമിയെ ഏറ്റവും കൂടുതൽ തകിടം മറിച്ചിരിക്കുന്നത് അവിടങ്ങളിലെ ഇത്തരത്തിലുള്ള സ്വകാര്യ താമസ സൗകര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. അതിനൊരു നികുതി പോലുമില്ല. അപ്പം ഈ പറയുന്ന ഞങ്ങളുടെ ഇതിൽ പറയുന്ന ഒരാൾ ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാക്ടിക്കലി ഒരാൾക്ക് കിട്ടുന്ന സ്ഥലം പറഞ്ഞാൽ 10 സ്ക്വയർ ഫീറ്റ് മൂവ്മെൻറ്റ് താഴെയാണ്. ഞാനീ പറയുന്നത് സാധനങ്ങൾ വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 400 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥലത്ത് 6 പേര് താമസിച്ചാൽ ഒരാൾക്ക് മൂവ് ചെയ്യാൻ കിട്ടുന്ന സ്ഥലം അത്രയാണ്. ഈ സ്ഥലത്തിനാണ് ഇയാൾ 1500, 2000 രൂപ വരെ ഒരു മാസം കൊടുക്കുന്നത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റേറ്റാണ്. ഇത്തരം ചൂഷണപരമായിട്ടുള്ളൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ ഇവിടെ നിന്നും പൈസ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായ ഒരു ആർഗ്യുമെൻ്റ്. 1. 2, ലോകത്തൊരിടത്തും ഇതൊരു ഒരാളിൻ്റെ തീരുമാനമാണ് അയാളുടെ പണം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ളത്. പക്ഷേ അയാൾക്ക് ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ അയാളോടുകൂടി എന്താ പറയുക സഹകരിച്ചും ആ രീതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അയാൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അത് ലോക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുക്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലോജിക്ക് തന്നെയാണ്. കാരണം ഒരാൾ പണിയെടുക്കുന്നു, ഞാൻ പറഞ്ഞില്ല 12 മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കുന്ന ആളുകളുടെ സംഖ്യ 57% നമ്മുടെ കണക്കിലാണ്. ഈ മനുഷ്യൻ 12 മണിക്കൂർ പണിയെടുക്കുന്നതിനാണ് ഈ 1300, 1400, 1500 എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതേസമയം നമ്മളുടെ ഇത് പറയുന്നത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഞാനത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. കാരണം ഒരാൾ വളരെയധികം ജോലിയോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നു, അതുകൊണ്ട് അയാൾക്ക് പൈസ കിട്ടുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം റെലൻറ്റ്ലെസ് എൻഗേജ്മെൻറ്റ് അറ്റ് വർക്കാണ്. അത് നമ്മളുടെ ഒരു 1920കളിലെ തൊഴിൽ നിയമത്തിനും പുറകിലാണത്. തൊഴിലാളികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ പറയുന്ന 23 നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ നിയമം വരുന്നെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഈ പറയുന്ന കോമ്പൻസേഷൻ ആക്ടോ ഫാക്ടറീസ് ആക്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ഇപ്പം മറ്റേ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള 67 ഒരു കാര്യമുണ്ട്. 79 നമുക്ക് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം വരുന്നു. ഇതെല്ലാം പടിപടിയായിട്ട് ഈ തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയെയും സാമ്പത്തിക അവകാശത്തിനെയും ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് സംശയം വരുന്നൊരു കാര്യം, പുതിയ നിയമസംഹിതകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം എങ്ങനെ മാറുന്നു. ഈ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ സഹായിക്കുന്ന ഇത്രയും വലിയൊരു വർക്ക് ഫോഴ്സ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന കേരള സൊസൈറ്റിക്കാണ്. അതറിയാവുന്നവരാരും തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് 17 കടകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 17 × 5 ആണ്. മനസ്സിലായില്ലേ? കേരളത്തിൽ 960 പഞ്ചായത്തുകളാണ്. ഈ 960 പഞ്ചായത്തുകൾക്കകത്ത് ഈ പറയുന്ന ലോക്കൽ കവലകൾ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ 200 കവലകളായിരിക്കും ഉള്ളത്. ഈ 200 കവലകൾക്കകത്താണ് ഈ ആസമിൽ നിന്നും ബംഗാളിൽ നിന്നും മണിപ്പൂരിൽ നിന്നും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിൽ നിന്നും ഒക്കെ വന്ന് പണിയെടുക്കുന്ന ആളുകൾ അവിടെയാണ്. അവരൊരു ചായ എടുത്ത് നിങ്ങൾക്ക് തരാനില്ലെങ്കിൽ നിങ്ങളുടെ ചായ കുടിക്കുന്ന സമയം കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത്രമാത്രം നമ്മളുടെ സമൂഹത്തിൻ്റെ നമ്മളിൽ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിലെ സൗകര്യങ്ങളെ പരിപാലിക്കുന്ന ഒരു തൊഴിൽ സംഘത്തിനെ ചൂഷകരായിട്ട് ഉള്ള രീതിയിൽ പറയുന്നത് ഈ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ടു നോട്ട് അഡ്മിറ്റിംഗ് ടു ദ സോ കോൾഡ് അഡ്വാൻസ്ഡ് സെൻസ് ഓഫ് എങ്ങനെ കോടിയേറ്റത്തിനെ കാണണം എന്നുള്ളതിൻ്റെ. ഇപ്പം ഗൾഫിലും നമുക്കിത് തന്നെ പറയാം. അതൊരു മോശം പ്രവണതയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറയേണ്ടത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും തൊഴിൽ സുരക്ഷ വേണം, ഇൻഷുറൻസ് കൊടുക്കണം, അല്ലെങ്കിൽ സംസ്ഥാന സ്കീമുകളിലേക്ക് ഉൾപ്പെടുത്തണം, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള വളരെ ചെറിയൊരു സംഘം 4 പേരോ 5 പേരോ ഉള്ളൊരു സംഘമാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇതിവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം പോലും വേണ്ട ഇത് നടപ്പിലാക്കുക. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പ്രശ്നം എന്താണെന്നല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്.
ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾ ബംഗാളിലും ആസാമിലും ഒക്കെ ഫീൽഡ് വർക്ക് നടത്തി അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഇത് ചെയ്ത് കാര്യങ്ങൾ വ്യാപകമായിട്ട് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നത് ഫൈനലി ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യും, അതായത് ബംഗാൾ ഇപ്പം കഴിഞ്ഞ 35 വർഷമായിട്ട് മുമ്പുള്ള ഒരു അവസ്ഥയിൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളും മറ്റു യൂണിറ്റുകളൊക്കെ വ്യാപകമായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെപ്പറ്റി പ്രത്യേകിച്ചും അന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അവസാനത്തിലുള്ള പല വിമർശകരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള ഈ മമതാ ബാനർജി എന്ന് പറയുന്ന ആൾ ഒരു വേറൊരു രീതിയിലാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഈ പറയുന്ന ഈ ചെറുകിട വ്യവസായ യൂണിറ്റുകളും അല്ലെങ്കിൽ ബംഗാളിൻ്റെ അന്തർദേശീയ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബംഗാളിൽ മാത്രം, ബോംബെയിലും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ബംഗാളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം നവാസിനോട് തന്നെ ഇപ്പം 500 രൂപ 600 രൂപ അവിടെ ശമ്പളം കിട്ടിയാൽ പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു സംസ്ഥാനത്തിൻ്റെ പോളിസി ഒരു 3 വർഷത്തിനുള്ളിൽ മാറിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി, ഇത് ആലോചിക്കും, ഇതിങ്ങനെ സംഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഗവേഷണം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂട്ടി വായിക്കുന്നു. ഞാനത് പറയാനുള്ള കാര്യം, ഞാൻ ഇൻ്റർനാഷണൽ മൈഗ്രേഷനിലാണ് എൻ്റെ PhD, ലേബർ മൈഗ്രേഷൻ. മലയാളികൾ ഗൾഫിൽ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് തോന്നുമായിരിക്കും ഇവിടെ IT വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ട്രേഡേഴ്സും ടെക്നീഷ്യൻ ഇങ്ങനെയുള്ള ആളുകൾ വന്നാലും. അതിൽ ഒരു മൈക്കേൽ കാപ്പിസേവ്സ്കി എന്ന് പറഞ്ഞൊരാൾ ഒരു പഠനം നടത്തിയപ്പോൾ അയാൾ പറഞ്ഞത് 1980 അടുത്തപ്പോഴത്തേക്ക് സൗദി അറേബ്യൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്ന് പറയുന്നത് ജോർദാൻ, യമൻ, പലസ്തീൻ പ്രദേശങ്ങൾ, ഈജിപ്റ്റ്, ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അങ്ങോട്ട് കടക്കുന്നതിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ വിലക്കാണോ അതൊരു സ്ലോയിങ് ഡൗൺ. 1 മില്യൺ ആളുകളാണ് അന്നത്തെ സ്റ്റാൻഡേർഡിൽ അവർക്ക് ജോലി നഷ്ടപ്പെട്ടത്. ഇതിനെ മൊത്തം റീപ്ലേസ് ചെയ്ത് സൗത്ത് ഏഷ്യൻ ലേബറാണ്. ആ സൗത്ത് ഏഷ്യൻ ലേബറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ സോക്കോൾഡ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കിൽസ് എല്ലാം ഉള്ളത് മലയാളികളായിരുന്നു. അതുകൊണ്ട് അവരവിടെ പോയി കഴിഞ്ഞാൽ അവരടുത്ത ഒരാളിൻ്റെ ഒരു സ്വാധീനം വെച്ച് തന്നെ 2, 3, 5 ആളുകളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് 50 വർഷം ഗൾഫിൽ താമസിച്ച ഒരാൾ വന്നിട്ട് 10,000 ആളുകളെ സഹായിച്ച ഒരാളാണ്. ഇതുപോലത്തെ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നാച്ചുറലി അങ്ങനെ ഇതാണൊരു മാറ്റം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നാണ് ഈ ഡിസൈസീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥയും വാണിജ്യ കാലാവസ്ഥയും ഒക്കെ അനുസരിച്ച് തന്നെ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ എന്നാണ്. ഇപ്പം ഈ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ അതിന് ഫീൽഡിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? അവർ കിട്ടുന്ന പ്രതിഫലം അവരേത് രീതിയിലാണ്, എത്രമാത്രം, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ബംഗാളിലും ആസാമിലും ഫീൽഡിൽ പോയായിരുന്നു. അപ്പം അവിടെ ഏകദേശം 40ഓളം ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. എനിക്കൊരു വണ്ടിയൊക്കെ തന്നായിരുന്നു അവർ. ഒരു 40ഓളം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ, അപ്പോൾ സ്ത്രീകൾ കൂടുതൽ കുടിയേറുന്ന പ്രദേശങ്ങളിൽ പോയി, പുരുഷന്മാർ കൂടുതൽ കുടിയേറുന്ന പ്രദേശം, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിട്ട് ഒരു മാസത്തോളം ചെലവഴിച്ചു. നമ്മുടെ ഈ ഉപ്പ് ഉണ്ടാക്കുന്ന പാടം ഉണ്ടല്ലോ, ഈ ഉപ്പ് ഉണ്ടാക്കുന്ന പാടത്ത് വരമ്പ് വെക്കുന്ന ഒരു ജോലിയുണ്ട്, വരമ്പ് കുരുൾ. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ ജോലിയാണ്. ആ ജോലിയുള്ളവർക്ക് 75 രൂപയാണ് മിനിമം കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോറികളിൽ പണിയുന്ന ആൾക്കാരുടെ, സാധാരണ പണിക്കാരുടെ, കേരളത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും 75 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യും? ഇനി 2, അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ശമ്പളം 300 രൂപയാണ് ഒരു മേസ്തന്. അത് മേസ്തനായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്നത് 300 രൂപയാണ്. അത് എല്ലാ ദിവസവും ഇല്ല, ഒന്നരാടം. ഇപ്പം അവിടെ നമ്മുടെ നെല്ല് കൊയ്യുന്ന ആൾക്കാർക്ക് 300 രൂപ തന്നെ കിട്ടും. പക്ഷെ അവിടെ വെച്ചാൽ ഒരു പാടം ഇങ്ങനെ കിടക്കുവാണ്, ആ പാടം കൊയ്ത് തീരണ വരെയാണ് അയാളുടെ ജോലി, പിന്നെ ജോലിയില്ല. അപ്പം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന എസ്പെഷ്യലി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നമ്മളിപ്പോൾ ട്രൈബൽ മേഖലയിലേക്ക് ചെല്ലുവാണെങ്കിൽ അവിടെ പട്ടിണിയുടെ വലിയ ആൾരൂപങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ ഒരുപാട് അത്തരം ഗ്രാമങ്ങളിലൂടെ പോയായിരുന്നു. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മാത്രം താമസിക്കുന്ന സ്ഥലങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിലെ 3 മക്കളുണ്ടെങ്കിലും 3 പേരും വെളിയിലാണ്. ഞാൻ വീട്ടിൽ പോയ 2 അതായത് 2 അടുത്തടുത്ത വീടുകളെ 2 പേരുടെ മക്കളും മരണപ്പെട്ടു ഈ പറയുന്ന തമിഴ്നാട്ടിൽ വെച്ച്. അവർക്ക് ജോലി എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പോയി ആ ജോലിക്ക് മറ്റേ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ പെയിന്റ് അടിക്കാനായിട്ടായിരുന്നു. പുതിയ സെപ്റ്റിക് ടാങ്ക്, പുതിയ വീട്, പക്ഷേ കെമിക്കൽ ഡൈലൂഷൻ വന്നിട്ട് അവർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുകയാണ് ചെയ്തത്.
അപ്പം അവയർനെസ് ഇല്ല ജോലിക്ക് പോകുന്ന ആൾക്കാർ. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എന്തുകൊണ്ട് അവർ വരുന്നു, കേരളത്തിലെ കൂലി എങ്ങനെയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ പല രീതിയിലാണ് കൂലിയെ നിർവഹിച്ചേക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ 750 രൂപ മിനിമം കൂലി എന്നൊരു സംഭവം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ 750 രൂപ ഇവർക്കും കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നാണ് പലരുടെയും വിശ്വാസം. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുടിയേറ്റ തൊഴിലാളികളുണ്ട്. നമ്മുടെ മെട്രോ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ എന്ന് വേണ്ട മൾട്ടിനാഷണൽ കമ്പനി റിക്രൂട്ട് ചെയ്യുന്നവർക്കൊക്കെ 500 രൂപയാണ് അവരുടെ ശമ്പളം. സാധാ തൊഴിലാളിയുടെ മേസ്തന് കിട്ടുന്നത് 1200 രൂപയാണ്. പിന്നെ ഓരോ കാറ്റഗറി സ്റ്റോർ കീപ്പർ 500, 400 ആ റേഞ്ചിൽ വരും. എന്തുകൊണ്ടാണ് അവർ 500 രൂപയ്ക്ക് ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം അവിടെ കിട്ടുന്നുണ്ട്. അപ്പം താമസിക്കാനുള്ള സൗകര്യം അവിടെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ താമസിക്കാനുള്ള ചെലവ് അവിടെ കുറയുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഒരു 3 മാസമൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ കമ്പനി കോമ്പൻസേഷൻ വെച്ച് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള പൈസയും കിട്ടും. അപ്പം കേരളത്തിലെ ശരാശരി വരുന്ന ഒരു കുടിയേറ്റ തൊഴിലാളിക്ക് ഇന്ന് കേരളത്തിൽ കിട്ടുന്നത് 800 രൂപ വരെ കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഫുഡ് ലൂസ് ലേബേഴ്സ് നമ്മൾ വിളിക്കപ്പെടുന്ന, നമ്മൾ രാവിലെ ചെന്നിട്ട് വിളിച്ചുകൊണ്ട് വരുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ എൻഗേജ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിയുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത്രയും കിട്ടുന്നില്ല. എൻ്റെ പഠനത്തിൽ 2016 ഞാൻ PhDയുടെ ആദ്യ പൈലറ്റ് സ്റ്റഡി നടത്തുന്നത്. അന്ന് പ്ലൈവുഡ് മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മണിക്കൂറിന് 16 രൂപയാണ്. അതിൽ നിന്ന് അവർ മാറി ഇന്ന് 2025, അതായത് ഏകദേശം 10 വർഷത്തോളം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്ക്വയർ ഫീറ്റിനായി പ്ലൈവുഡ് മേഖലയിലെ പൈസ. ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര പൈസ എന്നുള്ളതാണ്. അത് വിനീറിൻ്റെയാണ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്നത്. ഇതേ രീതിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, പ്ലാസ്റ്റിക് യൂണിറ്റുകൾ, ബ്രിക്സ് യൂണിറ്റുകൾ, ഇവിടെയെല്ലാം ബ്രിക്സ് യൂണിറ്റിലൊക്കെ അടിസ്ഥാന ശമ്പളം വളരെ കുറവാണ്. എന്തുകൊണ്ട് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. വിജയ് സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ബംഗാളിൽ പണിയെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന കുടിയേറ്റ തൊഴിലാളികളാണുള്ളത്. കാരണം എന്താണ്? അവർക്ക് 500 രൂപ ഡെയിലി കിട്ടുവാണെങ്കിൽ അവരുടെ ജീവിതം സുഖമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമാണ്. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് അവർക്ക് ആക്സസ് ഉണ്ട്, 1. 2, അവിടെ ഏജന്റുമാരുണ്ട്. കേരളത്തിലേക്ക് ഇവർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു പഠനവും പ്രധാനപ്പെട്ടതാണ്. ഏജന്റ് വഴി, ഇടനിലക്കാർ വഴി വരുന്നവരുണ്ട്, സുഹൃത്തുക്കൾ വഴി വരുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ വിസിറ്റിങ്ങിന് വേണ്ടി വന്നിട്ട് ജോലിക്ക് ഇവിടെ കയറുന്നവരുണ്ട്. അപ്പം ഈ മൈഗ്രന്റ് ലേബർ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ പെടാത്തവരായിട്ട് എന്തുകൊണ്ട് അവർ മാറുന്നു? ഇപ്പം എന്തുകൊണ്ട് ഇവരുടെ കണക്കുകൾ ഇല്ല എന്നൊരു ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചായിരുന്നു. കണക്കുകളില്ലാത്ത ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു എംപ്ലോയറുടെ കീഴിൽ വന്നാൽ മാത്രമേ കണക്കിൽപ്പെടുകയുള്ളൂ. ഫുഡ് ലൂസ് ലേബേഴ്സിന് കണക്കില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യപ്പെടാത്തവർക്കും കണക്കില്ല. ഈ വരുന്നവർക്കൊന്നും രജിസ്ട്രേഷൻ സംവിധാനം ഇല്ല. കേരളത്തിൽ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കേരളത്തിൽ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ട്. 1979 ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആക്ട് പ്രകാരം കേരള സംസ്ഥാനത്ത് എത്തുന്ന ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സിന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവിടെ ചോദ്യം ആര് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. അത് എംപ്ലോയർ ചെയ്യണം, അല്ലെങ്കിൽ കോൺട്രാക്ടർ ചെയ്യണം. 5 പേരെ പണിക്ക് നിർത്തുന്ന എംപ്ലോയറോ കോൺട്രാക്ടറോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ വ്യക്തമായിട്ട് നടക്കുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ തന്നെ പോയ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഏതാണ്ട് 15ഓളം കുടിയേറ്റ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരുടെ ലെഡ്ജർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉള്ള ആനുകൂല്യം ESI കിട്ടും. അവർക്ക് ESI ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും. അതൊരു PFന്റെ ഒരു കോൺട്രിബ്യൂഷൻ പോലെ ESIയുടെ ഒരു കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പം ഈ തൊഴിലാളികളുടെ ശമ്പളത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ശമ്പളം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇവരുടെ ലേബർ ശക്തി വിറ്റ് കഴിയുമ്പോൾ ഇവർക്ക് 800 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ആ 800 രൂപ വെച്ച് കിട്ടുന്ന ആൾക്കാർക്ക്, ഇപ്പം വിജയ് സാർ ഇവിടെ പറഞ്ഞു, ഒരാൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസ, റെമിറ്റൻസ്, ഇപ്പം കേരളത്തിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്നത് പറഞ്ഞല്ലോ, 7000 തൊട്ട് 15000 വരെ പൈസ അയക്കുന്ന ഏകദേശം 60% മുകളിലുള്ള ആൾക്കാരെ നമ്മുടെ സർവേ കണ്ടെത്തി. അതായത് ഒരു മാസം 7000 തൊട്ട് 15000 വരെ അയക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, പോയി ഇവര് പറഞ്ഞ ശരിയാണല്ലോ, കൊള്ളയടിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരെവിടെ താമസിക്കണേന്നും കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ നിജാവസ്ഥ മനസ്സിലാവും. 6 തൊട്ട് 12 പേരോളം വരുന്ന കുടിസുമുറിയിൽ 1000 തൊട്ട് 2000 രൂപ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. വേണമെങ്കിൽ ഇവർക്ക് ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 4000 രൂപയ്ക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. അപ്പൊ എന്താ സംഭവിക്കണേ? നാട്ടിലേക്ക് അയക്കുന്ന പൈസയുടെ അളവ് കുറയും.
പിന്നെ ഈ കോവിഡിന് മുമ്പുള്ളൊരു കാലഘട്ടമല്ല കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പ് ഇപ്പം പെരുമ്പാവൂർ ടൗൺ എടുക്കുവാണെങ്കിൽ പെരുമ്പാവൂർ ടൗണിലെ കടകളും കച്ചവടങ്ങളും മുഴുവൻ വികസിച്ചത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതും ഇവരെ കൊണ്ടാണ്. പക്ഷെ കോവിഡിന് ശേഷം ഇവർക്ക് മനസ്സിലായത് പെട്ടെന്നൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ജോലി പോയി, വീട് പോയി, നാട്ടിലേക്ക് പോകാൻ പറ്റാതെയായി, സാമ്പത്തികം ഇല്ല, അങ്ങനെ ചെലവഴിക്കൽ അവർ കുറച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അത് അവരുടെ വീട്ടിലേക്കുള്ള ഒരു വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ ഒരു ഇവിടെ കേരളത്തിൽ അവര് ഈ അങ്ങനെ ലക്ഷറി ലൈഫ് ആസ്വദിക്കുന്നവരൊന്നും അല്ല. ഇവിടെ കേരളത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളികൾക്ക് ജോലിയില്ല, കുടിയേറ്റ തൊഴിലാളികൾക്ക് ജോലിയുണ്ട്, ഇവന്മാർക്ക് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ പത്തനംതിട്ടയിലെ ഫീൽഡ് വർക്കിന് പോയപ്പോ ചോദിച്ചാണ്, നിങ്ങൾക്കൊക്കെ യുവന്മാരെ കുറിച്ച് പഠിക്കാനാണ് നേരമുള്ളൂ, ഞങ്ങളെ കുറിച്ച് എന്താ പഠിക്കാത്തതെന്ന്. ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് കുടിയേറ്റ തൊഴിലാളികൾ വരുന്നു, എന്തുകൊണ്ട് അവർ എല്ലുമുറയെ പണിയെടുക്കുന്നു, അവർ അധ്വാനശേഷി എന്തിനു നമുക്ക് നൽകുന്നു, പകരം നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപ്പെട്ട ചില കാര്യങ്ങളില്ലേ. അപ്പം കൂലിയും അതുപോലെ തന്നെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഒരുമിച്ച് നോക്കിക്കൊണ്ടാവണം ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കേരള സമൂഹം പോകേണ്ടത്. ഇപ്പോൾ കേരളീയ സമൂഹം അതിവേഗം മധ്യവർഗവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാറുണ്ട് ചില പഠനങ്ങളൊക്കെ. ഇപ്പോൾ സമീപകാലത്ത് വന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠനത്തിൽ 2019 വരെയുള്ള ഒബ്സർവേഷനാണ്, ഇടത്തരക്കാരുടെ സമൂഹമായിട്ട് കേരളം മാറുന്നു എന്നാണ് അതിലൊരു ഫൈൻഡിങ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ മധ്യവർഗവൽക്കരണം, അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധ്യവർഗവൽക്കരണവും ഈ കുടിയേറ്റ തൊഴിലാളി വർഗത്തിൻ്റെ വരവും തമ്മിലുള്ള എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്? ഞാൻ ഈ മധ്യവർഗം എന്നുള്ളതിനൊരു സാമ്പത്തിക വർഗമായിട്ട് കാണുന്നതിലെ അപര്യാപ്തതകൾ നമ്മളുടെ ഈ പറയുന്ന LPG സമയത്തുണ്ടായിരുന്നു. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു ഓർക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ഈ മധ്യവർഗത്തിൻ്റെ എണ്ണം കൂടുന്നു എന്നായിരുന്നു ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, ഇന്ത്യയിൽ സൈക്കിളുള്ള എത്ര പേർക്കുണ്ടെന്നാണ്. സ്വന്തമായി ഒരു സൈക്കിളുള്ള എത്ര പേരുണ്ട്? സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവും കൂടിയില്ലേ? ഉറപ്പായിട്ടും ഒരാളുടെ മൊബിലിറ്റി, ഒരാൾക്ക് ഒരു സ്കൂട്ടറുണ്ടോ, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒരു ബസ് വരുന്നുണ്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സർവീസസിൻ്റെ മെച്ചം എത്രയാണ്? നമ്മൾ ഈ മധ്യവർഗം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മറ്റേ യൂറോപ്യൻ വ്യവസായ ബന്ധിത ആധുനികതയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സങ്കല്പം തന്നെയാണ് ഈ മധ്യവർഗം എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും സാമൂഹ്യ സ്ഥിതികളെ പുരോഗമനപരമായി നിർണ്ണയിക്കുന്നതിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരു പോസിറ്റീവ് ടെർമിനോളജി ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ വേറൊരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മധ്യവർഗം നോൺ കമ്മിറ്റൽ എന്നുള്ള രീതിയിൽ മധ്യവർഗത്തിനെ കാണുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മളെപ്പോലെയുള്ള ഇപ്പം ഗവേഷണ സംവിധാനങ്ങളിലുള്ളവർ അല്ലെങ്കിൽ സാമ്പത്തിക മധ്യവർഗത്തിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള അവർ സ്വയം വെളിപ്പെടുത്തുന്ന രീതികൾ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ ഈ മധ്യവർഗത്തിന് ഇവിടെ വെച്ച് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾക്ക് എത്ര അറിവുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. തമിഴ് കുടിയേറ്റത്തിൻ്റെ ഒരു കൊളോണിയൽ സമയത്തിന് ശേഷം ഉണ്ടാകുന്ന ഇവിടുത്തെ ഓടകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരങ്ങളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇന്നും ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മടിക്കുന്ന മധ്യവർഗമാണ് നമ്മളുടേത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കേണ്ട ആദിവാസി തൊഴിൽ മേഖലയിൽ നിന്നും വയനാട്ടിൽ നിന്നും മാത്രം കർണാടകത്തിലേക്ക് പോയിട്ട് മരണപ്പെട്ടിട്ടുള്ള 125ഓളം ആളുകൾ കഴിഞ്ഞ 20ഓളം വർഷങ്ങൾക്കുള്ളുണ്ടായുള്ളതിൻ്റെ അതിൻ്റെയൊക്കെ ടോക്സും ഒക്കെ നമ്മൾ കൊലപാതകങ്ങളടക്കം മരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ പറയല്ലേ, ഇപ്പം ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ട് ആർതർ മില്ലറിൻ്റെ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബ്രെക്തിൻ്റെ സോഷ്യൽ റിയലിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലാളിയുടെ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന സാമൂഹ്യ ബോധത്തിലുള്ള ആളുകളുടെ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഈ ആദിവാസി തൊഴിലാളികൾ ഒരിക്കലും വരില്ല. ഈ പറയുന്ന 3 തൊഴിലാളികൾ ഈ പറയുന്ന കോഴി ഫാമിൻ്റെ മാലിന്യത്തിൽ മരിച്ചു പോയത് ഒരിക്കലും വരില്ല. അപ്പം എന്തുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഒരു വ്യക്തിയെ നമ്മൾ മനുഷ്യനായിട്ട് കാണണമെന്നുള്ള ഏറ്റവും ഉന്നതമായ ബോധ്യം നൽകുന്നു. അതിൻ്റെ പോലും ആവശ്യമില്ല. കാരണം ഒരു ആധുനിക സമൂഹത്തിൽ ഒരു പൗര വ്യക്തിത്വത്തിലുള്ള ഒരാളാണ്. ഈ പ്രത്യേകിച്ചും ആന്തരിക കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ ഈ പൗര വ്യക്തിത്വമുള്ള ഒരാളിനെ അത്തരം ബഹുമതികൾ കൂടെ നമ്മൾ കാണണം. അതിന് പകരം അയാളൊരു അടിമപ്പണിക്ക് സമാനമായ തൊഴിൽ മേഖലയിൽ ജീവിക്കണം. അടിമപ്പണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്രയേ ഉള്ളൂ. കാരണം ഇത് തൊഴിലുടമയ്ക്ക് തൊഴിലെടുക്കുന്ന ആളിൻ്റെ ശരീരത്തിൻ്റെയും ജീവൻ്റെയും മേലെ അധികാരമുള്ള വ്യവസ്ഥയാണ് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു കണ്ടംപററി ഫോംസ് ഓഫ് സ്ലേവറി എന്നൊക്കെ തിയറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സമമായ സാഹചര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു. ഇത് പറയുമ്പോഴത്തേക്ക് ഇത് മാത്രം പറയാൻ വേണ്ടിയല്ല നമ്മൾ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഓരോ തൊഴിലിടങ്ങളിലും നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താ പറയുന്നത് ഒരു നനഞ്ഞ തുണി പോലും അകത്തിടാൻ വയ്യാത്ത രീതിയിലുള്ള, അതിനെല്ലാം പുറത്തിടുന്ന രീതിയിലുള്ള സ്വന്തമായ മുറികളും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള നമ്മുടെ ഈ സോവിയറ്റ് മോഡലിലുള്ള ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെയൊക്കെ വേറൊരു രീതിയിലുള്ള ആവിഷ്കരണമാണ് ഈ പാലക്കാട് കഞ്ചിക്കോടൊക്കെ കണ്ടിരിക്കുന്നത്. അവിടെ നമുക്കൊരു ഇത് കാണാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ അവരുടെ ഒരു വർക്ക് സൈറ്റിൽ അത് കാണാം. ഒരുപക്ഷെ VKCയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അത് കാണാൻ പറ്റും. ഇതൊന്നും അല്ലാത്ത വലിയ ക്യാപിറ്റലൊന്നും ഇല്ലാത്ത ചില മനുഷ്യരുടെ സ്ഥലത്ത് പോയാലും നമുക്ക് ഈ അടിസ്ഥാന മനുഷ്യ സൗകര്യങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തിത്വത്തിനെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വിവിധ സാമ്പത്തിക വർഗ്ഗങ്ങളിലുള്ളവരിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഈ ഒരു നോൺ കമ്മിറ്റൽ ആയിട്ടുള്ള ഇതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റൽ ലോജിക്കിലേക്ക്, ഒരു ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റിയിലേക്ക് ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഒരു പോളിസി മേക്കേഴ്സ് തൊട്ട് അക്കാഡമിക് ആയിട്ടുള്ള ആളുകൾ തൊട്ട് വ്യവസായ രംഗത്തുള്ളവരുണ്ട്. ഇത് ഒരു നേരിട്ടൊന്നും അല്ലെങ്കിലും വലിയൊരു സാംസ്കാരിക സ്വാധീനം ഇതിനുണ്ട്. ഈ പഞ്ച് ലോയിഡ് കമ്പനി 2000 സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, ഈ മൈത്രി പ്രസാദ് ഏലിയമ്മയാണ് ആ പഠനം നടത്തിയത്. അത് അവരുടെ MPhil തീസിസായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇവർ ആഹാരമില്ലാതെ മരിച്ചവരാണെന്നുള്ള കണ്ടെത്തലാണ്. അപ്പോൾ ഈ ആഹാരമില്ലാതെ മരിക്കുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യവും അതിനോട് മെഡിക്കൽ സാങ്കേതിക തെളിവുകളുടെ അന്ന് ഡോക്യുമെൻ്റ് ചെയ്യുന്ന രീതികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയൊരു വ്യത്യാസം. ശരിക്കും മെഡിക്കൽ സയൻസ് തന്നെ ഉള്ളൊരു വലിയ പ്രശ്നം ആണെന്ന് പോലും ഇല്ല. ശരീരത്തിൽ ആഹാരത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം കണ്ടു കഴിഞ്ഞാൽ അത് വർണ്ണിവർണ്ണം അല്ല എന്ന രീതിയിൽ ശരിക്കുന്ന ഒരു പ്രശ്നം, അത് നിർവചനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ കുപോഷണം എന്ന വാക്കും പട്ടിണിവർണ്ണം എന്നുള്ള വാക്കും തമ്മിലുള്ള ആ വെച്ചുമാറൽ നടക്കുന്നത് കേരളത്തിൽ 1980-ലാണ്. നിയമസഭാ രേഖകൾക്കകത്ത് പോലും പട്ടിണി മരണങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് നിങ്ങൾക്ക് കുപോഷണം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് മോർ അബൌട്ട് someone's individual liability to ensure that. അത് തെറ്റാണ്. അത് വളരെ മോശമായ ഹീനിയസ് ആയിട്ടുള്ള. എന്നിട്ട് ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നാടുകളിൽ പോയി ഗവേഷണം നടത്തി തിരിച്ചു വരുന്ന, അത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. അങ്ങനെയുള്ള പഠനങ്ങൾക്കകത്തുനിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു തരം ഇൻസ്പിറേഷനൊക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് കേരളം പോലെയുള്ള ഒരു അവർക്ക് എൽഡൊറാഡോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് അവരിങ്ങനെ വന്ന ഒരു പൈസയൊക്കെ ഉണ്ടാക്കി, അത് ഒരു ഭാഗ്യം, ഒരു നിമിത്തം എന്നൊക്കെയുള്ള രീതി നമുക്ക് കാണാൻ പറ്റും. സ്വന്തമായിട്ട് വില കൽപ്പിക്കാനോ മറ്റുള്ളവരാൽ വില കൽപ്പിക്കപ്പെടാനോ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള അൺഅറ്റാച്ച്ഡ് പൗരത്വത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിനെയാണ് നമ്മളിതിലൂടെ കാണുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത് ഒരു ഭയങ്കരമായ രാഷ്ട്രീയ പ്രശ്നമാണ്. വാസ്തവത്തിൽ ഇൻ്റർനാഷണൽ ഈ ലേബർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിലും കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന സംഘടനകളെല്ലാം തന്നെ ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടംപററി ആൻഡ് മോഡേൺ ഫോംസ് ഓഫ് സ്ലേവറി എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബോണ്ടഡ് ലേബർ അബോളിഷൻ എന്ന ഇന്ത്യയിൽ തന്നെ ബോണ്ടഡ് ലേബർ അബോളിഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ആയിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള പ്രൊട്ടക്ഷനും അവരുടെ റീഹാബിലിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ വിഭാവന ചെയ്യുന്ന നമ്മളുടെ ഈ സ്വച്ഛ ഭാരത് അഭിയാൻ പോലെയൊക്കെയുള്ള ലാർജർ ഗോൾസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി വി സീ ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അവരുടെ ജീവിത നിലങ്ങളെ ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളോ ഭരണഘടനാപരമായ തത്വങ്ങളോ ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥ രീതിയിലുള്ളൊരു സ്വാധീനം കൊണ്ട് മാത്രം മാറിപ്പോകുന്നതും ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ NGOs അടക്കമുള്ള ആളുകളോ അത്തരത്തിലുള്ള ഒരു മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ വ്യാപ്തിയെയും അതിൻ്റെ ദീർഘകാലത്തേക്ക് ഇന്ത്യയിൽ വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാകുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും ആളുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ നിൽക്കുകയാണല്ലോ. ഈ കാര്യമെങ്കിലും ഓർത്തിട്ട് ഈ വികസനം, ഒരു സമഗ്രമായ വികസനം ഉണ്ടാവത്തില്ല എന്നെങ്കിലും ഓർത്തിട്ട് അതിനകത്ത് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പോലും, മനുഷ്യാവകാശപരമായ ഒരു കാര്യം വേറൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് വാസ്തവത്തിൽ ഇവിടെയുള്ളത്. കേരളത്തിൽ വാസ്തവത്തിൽ ഒരു പക്ഷേ ഞങ്ങളിതുകൊണ്ട് ഈ പഠനം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിലുള്ള ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഇൻവെൻറ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്രമാത്രം തീവ്രമായിട്ടും അത്രമാത്രം ആളുകളെ കണ്ടും അറിഞ്ഞും സംസാരിച്ചും ഇടപെട്ടും ജീവിച്ചും ഒക്കെ തന്നെയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 പ്രധാനപ്പെട്ട ഫീൽഡ് ആളുകൾ എന്ന് പറയുന്നത്
അത് പേരെടുത്ത് ഹരിറാം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശംഭു നാരായണൻ. അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി. അപ്പം അവരിൽ നിന്നാണ് ഈ 135ഓളം ഈ ഈ വിസിറ്റ് രേഖകൾ നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ WHO സ്റ്റാൻഡേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വാദിക്കുന്നത് ഞങ്ങളുടെ എന്തെങ്കിലും പ്രിമോഷൻ ബേസിലുള്ള കാര്യമില്ല, ഞങ്ങൾ വീണ്ടും കണക്ക് തന്നെയാണ് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന തൊഴിൽ സാഹചര്യങ്ങളും മനുഷ്യാവകാശ സംഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഇതുണ്ട്, വർക്ക് പ്ലേസസ് ഉണ്ട് അല്ലേ കേരളത്തിൽ? ഉറപ്പായിട്ടും ധാരാളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഭവത്തിൽ, എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ഞാൻ തന്നെ നേരിട്ട് കണ്ടും അല്ലാതെയും മനസ്സിലാക്കിയാലും കൃത്യമായ രേഖകളും ഫോട്ടോഗ്രാഫും ഇതെല്ലാം വെച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഏതാണ്ട് 6 സ്ഥലങ്ങൾ ഞങ്ങളുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചിലപ്പോൾ 200 250 സ്ഥലങ്ങളിൽ പോയി പരിചയപ്പെട്ട്, അല്ലെങ്കിൽ 400 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് അത് പല കാര്യങ്ങൾ കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം എൻ്റെ തന്നെ ഏറ്റവും അടുത്തുള്ള വളരെയധികം അടുത്തുള്ളൊരു സ്ഥലത്ത് ഞാൻ പോയി, അതൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഞാൻ പായിപ്പാട് ആദ്യകാലം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്ന കേരളത്തിൽ പായിപ്പാട് എന്ന് പറഞ്ഞ സംഭവം തദ്ദേശീയ ആളുകളും മൈഗ്രൻസും തമ്മിൽ ഈ പറഞ്ഞ വേസ്റ്റ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സംഘർഷം, അടിപിടി, പോലീസ് കേസൊക്കെ ഉണ്ടായ ഒരു വലിയ സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന അവിടുത്തെ ഈ വളരെ നോളജബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെ വന്ന് ഈ റബ്ബർ തോട്ടം പോലത്തുള്ള സ്ഥലത്ത് ഒരു സാധനമൊക്കെ ഒരു ഷീറ്റൊക്കെ അടിച്ച് താഴെ ഇതൊക്കെ ടാർപോളിനൊക്കെ വിരിച്ച് അവിടെ ആളുകൾ താമസിക്കുകയാണ്. യു കനോട്ട് ഈവൻ പുട്ട് കാറ്റിൽസ് ദേർ, യുനോ. അതെന്തൊരു മോശമാണത്. എന്നിട്ട് അവരുടെ നിന്ന് വാടക വാങ്ങിക്കാൻ പറ്റുമോ? ഇത് ആര് ചെയ്താലും തെറ്റാണ്. ഇതിനിപ്പം ജാതി, മതം, സംഘടന ഒന്നുമില്ല, ആര് ചെയ്താലും അത് തെറ്റാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോലെയുള്ള അനുവാദമോ മറ്റു സാധനങ്ങളോ ആർക്കും ഇല്ല. ചിലപ്പോൾ റവന്യൂ അധികാരികൾക്കോ മറ്റാളുകൾക്കോ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൗര വ്യക്തി എന്ന് പറയുന്ന ഒരു സാധനം, മനുഷ്യരെന്നൊന്നും പറയുന്നില്ല, പൗര വ്യക്തികൾ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള മിനിമം സൗകര്യം നമ്മൾ കൊടുക്കണ്ടേ. സർക്കാരിൻ്റെ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ കുറേയും കൂടിയും ഈ സ്ഥിതി മെച്ചപ്പെടുത്താനാകില്ലേ? തീർച്ചയായിട്ടും. അതിനത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നന്നായി അത് ചോദ്യം ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 2016 സർക്കാരിൻ്റെ ഒരു ഓർഡർ ഞങ്ങളുടെ വിവരാവകാശ പ്രകാരം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഏതാണ്ട് 1960-കൾ 70-കൾ തൊട്ട് തന്നെ നമുക്ക് ഒരു പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇത്തരം തൊഴിൽ സാഹചര്യങ്ങളിലെ ഇടപെട്ട് അതിനെ അസസ് ചെയ്ത് അതിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള അധികാരം നമുക്കുണ്ട് എന്നാണ് 2016 രേഖ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2025 പഞ്ചായത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്, ഉള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് യാതൊരു തരത്തിലുള്ള ഇപ്പം തീ പിടിച്ച പാടുകൾ വരെയുണ്ട്, ഒരു വെന്റിലേഷൻ ഇല്ല, 40ഓളം തൊഴിലാളികൾ 3-4 സ്ഥലത്ത് ക്രാമ്പിൾഡായിട്ട് കിടക്കുന്നു. ഒരു ചെറിയ ഞാൻ സ്ക്വയർ ഫീറ്റിൻ്റെ കണക്ക് പറയാം, കാരണം സ്ക്വയർ ഫീറ്റിൻ്റെ കണക്ക് വെച്ചാണ് എൻ്റെ ഈ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ്റെ ഇത് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് ഒരു 2-3 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുത്തിയിരിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് അസുഖമായിട്ടുള്ള 2 പേര് അവിടെ കിടക്കുന്നു. അവരുടെ പനി ഇങ്ങോട്ട് അപ്പം അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കിടക്കാനുള്ള മുറിയോ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇത് തറ നനഞ്ഞിരിക്കുകയാണ്, നമ്മളിരിക്കുന്ന തറ നനഞ്ഞിരിക്കുന്നു, ആളുകൾ പുൽപ്പായ പോലത്തെ മാത്രമുള്ള സൗകര്യങ്ങൾക്കകത്താണ് ഉറങ്ങുന്നത്. ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രശ്നം ഉണ്ടാകാം. ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ആളുകൾ മരിച്ചു പോകുന്ന രീതിയിലുള്ള വളരെ ചെറിയൊരു ഉദാഹരണത്തിന് ഇപ്പം കുവൈറ്റിൽ കാണുന്ന തീപിടുത്തത്തിന് നമ്മൾ പറഞ്ഞാൽ ഒരു സോക്കോൾഡ് അസമയമല്ല, ഒരു രാത്രിയിലെ ഒരു പ്രത്യേക സമയത്തൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ പോകുന്ന സംഭവമുണ്ട്. ഇവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് 8 മണി രാവിലെ എല്ലാവർക്കും ടോയ്ലറ്റിൽ പോകേണ്ട സമയമാണ്, വെള്ളമില്ല. അപ്പോൾ ആ ഡ്രൈവർ വിളിക്കുന്നുണ്ട്, ആ ഡ്രൈവറിൻ്റെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും മലയാളം അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമല്ലേ. ഇപ്പോൾ ഇതുപോലെ മാലിന്യ കൂമ്പാരം, ഒരു ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പുറകിലത്തെ ജനലിൻ്റെ പുറകിലത്തെ വാതിലൊന്നുമില്ല, അപ്പുറത്ത് ഒരു വലിയ കൂമ്പാരം കിടക്കുക, പുഴുവും ഈച്ചയൊക്കെ ആയിട്ട് കിടക്കുക. അപ്പം വീണ്ടും നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഒരാളത് വന്ന് കണ്ടില്ല. അതാണ് ഞങ്ങൾ ഈ ഗവേഷണത്തിൻ്റെ ഒരു കാര്യം. ഇത്തരത്തിലുള്ള ഈ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള നേർക്കാഴ്ചകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കേരളത്തിൽ മുഴുവനുള്ള പല സാഹചര്യങ്ങളിലുള്ള നമ്മളുടെ നിരീക്ഷണങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകളാണ്. ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപന സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ, പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിലൊന്നും ഇവരുടെ ഈ ജീവിതം ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ അല്ലേ? അതിന് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 940 തൊട്ട് 60 പഞ്ചായത്തുകൾക്ക് നമ്മൾ RTI വെച്ചു. നമ്മുടെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ RTI വെച്ചു. ഒരു പഞ്ചായത്ത്, ഏതെങ്കിലും ഒരു പഞ്ചായത്ത്, നമുക്ക് എല്ലാ പഞ്ചായത്തും മറുപടി തന്നു ഞാൻ പറയുന്നില്ല,
പക്ഷേ ഒരു 100-120 പഞ്ചായത്തുകൾ, ഈ 940 പഞ്ചായത്ത് നമുക്ക് മറുപടി തന്നു. ഒരു പഞ്ചായത്ത് പോലും കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സുരക്ഷയ്ക്കോ വേണ്ട, അവരെക്കുറിച്ച് ചിന്തിക്കാനോ പോലും ഒരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. അപ്പം ആവാസ് ഇൻഷുറൻസ് എന്നും പറഞ്ഞ് കേരള സർക്കാർ 2017 കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട്. ദയനീയം എന്ന് പറയട്ടെ, 2019 തൊട്ട് അത് നിർജീവമാണ്. ഇത് നമ്മൾ പറയുമ്പം സർക്കാർ വിരുദ്ധമായി പോയി എന്ന് സത്യമാണ്. കാരണം 2019 ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന 5,16,320. ഇന്ന് ഈ ടോക്ക് നടക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നയാള് എടുത്തിട്ട് ആവാസ് ഇൻഷുറൻസിന്റെ സൈറ്റ് നോക്കിക്കോ, 2025 കണക്ക് 5,16,320 ആയിരിക്കും. ഈ പഞ്ചായത്തിന് കൃത്യമായിട്ട് നമ്മൾ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ പോയി, പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു ഇത് ലേബർ ഓഫീസറിന്റെ കീഴിൽ വരുന്നതായത് കാരണം പഞ്ചായത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞു. നമ്മളത് വിശ്വസിച്ചു. കാരണം ഒരു ഡീസെൻട്രലൈസേഷൻ ഇല്ല ഈ നമ്മുടെ 1979 ആക്ടിന്. ഇത് സെൻട്രലൈസ്ഡ് ആണ്. അതായത് നമ്മുടെ ലേബർ കമ്മീഷൻ ആണ് ഇതിന്റെ അധികാരി. പിന്നെ ലേബർ ഓഫീസർമാർക്ക് അയച്ചു കൊടുത്തിട്ട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരാണ് നോക്കണത്. ശരിയാണ്, പഞ്ചായത്തിന് അധികാരമില്ല. പക്ഷെ LSGയുടെ കയ്യിൽ നിന്ന് നമുക്ക് RTIക്ക് റിപ്ലൈ വന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തൊഴിലിടം സന്ദർശിക്കുവാനും അവിടുത്തെ തൊഴിലാളികളുടെ, കുടിയേറ്റ തൊഴിലാളികളുടെ എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുവാനും പഞ്ചായത്തിനും പഞ്ചായത്തിന്റെ അധികാരികൾക്കും അവകാശമുണ്ട്. അതിന് JHI ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിന് ഉൾപ്പെടുത്തണം കൂടെയാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും നമ്മുടെ പഞ്ചായത്തുകളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന മാതൃക നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് എത്ര ജോലി ചെയ്യുന്നുള്ളതിനെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ MGNREGSന്റെ ഡേറ്റ ഫില്ല് ചെയ്യുന്നത്. അതിനകത്ത് പലരും പറഞ്ഞൊരു കാര്യം, ഈ സൂപ്പർവൈസേഴ്സ് പറഞ്ഞ കാര്യം, പലരുടെയും കൂലി കുറയ്ക്കുന്നൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവരതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോകും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിടത്തോളൊരു കാര്യം, ഈ മലയോരത്തും മേഖലയിലും ഒക്കെ വലിയ പാറകൾ പോലുള്ള സ്ഥലത്തൊക്കെ വെട്ടിക്കളച്ച് പണിയെടുക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ തൊഴിലിൻ്റെ മൂല്യം നമ്മുടെ സമൂഹത്തിൽ ഇന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വാസ്തവത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കണം. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര ആളുകളുടെ കാര്യം നിങ്ങൾ നോക്കി, ഏതാണ്ട് 2000-ഓളം ആളുകളുടെ ഡേറ്റ പാലക്കാട് നിന്ന് കിട്ടിയത് അല്ലേ? ഞങ്ങളിത് ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ, നമ്മൾ പേരെടുത്ത് പറയേണ്ട കാര്യം എനിക്കറിയില്ല, അതുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ, അവരവിടെ ഇരുന്ന് ആ സമയം ഉത്തരവാദിത്വത്തോടു കൂടി അവർ ഞങ്ങളുടെ ഇതിനുള്ള മറുപടി തന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ കണ്ടതുകൊണ്ടാണ്. അപ്പം ജില്ലാ ലേബർ ഓഫീസർ, കോട്ടയത്തെ ജില്ലാ ലേബർ ഓഫീസർ ഡോക്ടർ ജയശ്രീ എത്രമാത്രം കാര്യങ്ങൾക്കാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ വേതന മോഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ജില്ലാ ലേബർ ഓഫീസിൽ എത്തിക്കുകയും അതിനകത്ത് ഒരാൾക്ക് കൃത്യമായിട്ട് പണം കിട്ടുകയൊക്കെ ചെയ്യും. ഇത് ഞങ്ങളുടെയൊക്കെ വളരെ ചെറിയ ഒരു ഇതിൽ തന്നെ ചെയ്യുന്നത്. ഇപ്പം വേതന മോഷണം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം അവരെ പോലുള്ള ആളുകൾ, ഇപ്പം ചങ്ങനാശ്ശേരിയിലെ ഒരു അസിസ്റ്റന്റ്, ഇപ്പം പല ആളുകളുണ്ട്. ഇവരൊക്കെ പലപ്പോഴും നമ്മളോട് കാണിക്കുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ഒരു കൂറെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിനെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തേ ഇല്ല. അല്ലെങ്കിൽ നമുക്കിതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ അക്നോളജ്മെൻ്റൊക്കെ എഴുതുന്നുണ്ട്. ഇവർക്കൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള അക്നോളജ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് വേറൊരു മാനസികാവസ്ഥയാണ് വേണ്ടത്. ഇത് ഈ നവാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ പഠനത്തിൽ ഈ പറയുന്ന വകുപ്പ് തലത്തിലുള്ള ഏകോപനമൊന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞ ഒരു സിങ്ക്രണൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ സംയോജനം എന്ന് പറയുന്ന ഒരു ഇപ്പോൾ പല ഏജൻസികളുടെ പ്രവർത്തനങ്ങളുടെ സംയോജനം സാധ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഗവേണൻസ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ സെൻറ്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ആൻഡ് ഇൻക്ലൂസീവ് ഗവർണൻസ് പറഞ്ഞിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഞാനാണ് അതിൻ്റെ ഒരു ചെയർപേഴ്സൺ. അപ്പം അങ്ങനെ നമ്മൾ തന്നെ ഇതിനെ പല രീതിയിലും ഈ ഗവേഷണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ഇത് ചെയ്യാനുള്ള കാര്യം അതുകൊണ്ട് വേറൊന്നും കൊണ്ടല്ല, ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള ആൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അത്ര മാത്രം ഒരു സാക്ഷരത മതി ഇതിന്. ഇതിന്റെ ഒരു മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഒരു വാർഡ് തലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാർഡ് തലത്തിൽ 2 ഞായറാഴ്ച ഉണ്ടെങ്കിൽ ആ വാർഡ് മെമ്പറും കൂടെ ഉണ്ടെങ്കിൽ ആ വാർഡ് ഒന്ന് നടക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. വാർഡ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൈഗ്രന്റ് പോപ്പുലേഷൻ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഒന്ന്, മൈഗ്രന്റ് വർക്കിംഗ് പ്ലേസ് അടയാളപ്പെടുത്താൻ പറ്റും, തൊഴിലുടമയെ കണ്ടെത്താൻ പറ്റും.
പഞ്ചായത്തിന്റെ കയ്യിലുണ്ട് കേട്ടോ. പഞ്ചായത്തിന്റെ കയ്യിൽ തൊഴിലുടമയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതെ. കാരണം അതിരമ്പുഴ പഞ്ചായത്തിൽ, പേരെടുത്ത് പറയാനുള്ള കാരണം, അതിരമ്പുഴ പഞ്ചായത്തിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടെങ്കിലും സംഭവങ്ങളൊന്നും നടന്നില്ല. പക്ഷെ അതിരമ്പുഴ പഞ്ചായത്തില് ഒരു മാലിന്യ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മാലിന്യ പ്രശ്നം ഉണ്ടായതിന്റെ അടുത്തുള്ള കോൺട്രാക്ടറിലെ എംപ്ലോയറെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. അവരുടെ കയ്യിൽ എംപ്ലോയറുടെ നമ്പർ എല്ലാം ഉണ്ട്, കുടിയേറ്റ തൊഴിലാളി നമ്പർ മാത്രമാണ് ഇല്ലാത്തേ. കാരണം അവർക്ക് വോട്ടിംഗ് ഇല്ല, അവർക്ക് യാതൊരുവിധ അവകാശങ്ങളും. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് തന്നെയാണ് ഈ പരിഗണിച്ചത്. രജിസ്ട്രേഷൻ സംവിധാനം ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ പറ്റുക? രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായാൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതായത് ഈ ഞാൻ പറഞ്ഞ മാതൃക, അതായത് നമ്മൾ വാർഡിൽ നടക്കുന്ന ഒരു മാതൃക, ഇപ്പൊ കേരളത്തില് അതിഥി പോർട്ടൽ തുടങ്ങിയല്ലോ. ഈ അതിഥി പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കുടിയേറ്റ തൊഴിലാളിക്ക് സ്വയം രജിസ്റ്റർ ചെയ്യാം, എംപ്ലോയർക്ക് രജിസ്റ്റർ ചെയ്യാം, കോൺട്രാക്ടർക്ക് രജിസ്റ്റർ ചെയ്യാം. ആരെ? കുടിയേറ്റ തൊഴിലാളിനെ. നമ്മള് ഈ പഞ്ചായത്തിലൂടെ നടക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ ഒരു കുടിയേറ്റ തൊഴിലാളിനെ കാണുമ്പോൾ അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവൂല. ഞാനും സാറും അഞ്ജുഷാന്നും പറഞ്ഞ കുട്ടിയും കൂടെ പായിപ്പാട് നടത്തിയ പഠനത്തില് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് രജിസ്റ്റർ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി പോകാതിരിക്കാൻ പേടി കൊണ്ട്. ഇതാണ് ഉത്തരം. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ അഡീഷണൽ രജിസ്ട്രേഷൻ? ഇപ്പം പ്രോഗ്രസീവ് വർക്കേഴ്സ് യൂണിയന്റെ ജോർജ് എന്ന് പറഞ്ഞ ആളായിട്ട് സംസാരിച്ചപ്പോൾ ജോർജ് ഏട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ PVC കാർഡിന്റെ പരിപാടി നിർത്ത്. അതായത് കുറെ PVC കാർഡ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു തൊഴിലാളിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുക. അപ്പൊ ഒരു വാർഡില് നിങ്ങളൊരു പഠനം നടത്തുകയാണ്. ആ ഒരു വാർഡിൽ ഇപ്പം നമുക്കറിയാം 2 ദിവസം കൊണ്ട് ഫീൽഡ് വർക്ക് ചെയ്യാവുന്ന ഒരു വാർഡ് മുഴുവൻ സമയമാണെങ്കിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വാർഡ് മെമ്പറേയും കൂട്ടി പോയി കഴിഞ്ഞാൽ പ്രദേശങ്ങളിൽ ചെല്ലുന്നു, അടയാളപ്പെടുത്തുന്നു. കുടിയേറ്റ തൊഴിലാളികൾക്ക് ചെയ്തവരുണ്ട്. ഈ ആലുവ ആ പ്രശ്നം ഉണ്ടായത് ഓർക്കുന്നുണ്ടല്ലോ പറഞ്ഞേട്ടൻ? അതായത് ആലുവയിലെ കുട്ടി മരിച്ചത്, അന്ന് അവിടുത്തെ വാർഡ് മെമ്പർ റംലയായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ഈ റംല ഇത്തരം ഒരു മാതൃക ചെയ്തിട്ടുണ്ട്. ഇത് റംലയുടെ വാർഡിലല്ല കുട്ടി മരിച്ചത്, പക്ഷെ റംലയുടെ വാർഡിൽ ഇത്തരം ഒരു മാതൃകാ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതായത് കുടിയേറ്റ തൊഴിലാളികൾക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട് അവര്. നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാണത്. ഞങ്ങൾ ചെയ്തേക്കണെയാണ്. അപ്പം ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നാൽ, ഞങ്ങൾ ഇപ്പോഴും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്, ഒരു പഞ്ചായത്ത് മെമ്പർ അവരുടെ വാർഡിൽ ഒരു രണ്ട് ഞായറാഴ്ച ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ വാർഡിലെ മുഴുവൻ കുടിയേറ്റ തൊഴിലാളികൾ, ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ്, പക്ഷെ ആ വാർഡിലെ ആ സമയത്ത് മുഴുവൻ തൊഴിലാളികളെയും രജിസ്റ്റർ ചെയ്ത് കേരള സർക്കാരിന്റെ പോർട്ടലിൽ നിന്ന്, കേരള സർക്കാരിന്റെ അതിഥി പോർട്ടലിൽ ആകെ രജിസ്റ്റർ ചെയ്യണം 4 ലക്ഷം പേരേ ഉള്ളൂ. ഈ 35 ലക്ഷം മൈഗ്രൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ 4 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണം രജിസ്ട്രേഷൻ സംവിധാനം എത്താത്തതുകൊണ്ടാണ്. കുടിയേറ്റ തൊഴിലാളി രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ ഈ ആക്ഷൻ പ്ലാനിൽ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതായത് എംപ്ലോയറും LSGDയും കൂടെ ഒരുമിച്ച് കൊണ്ട് രജിസ്ട്രേഷൻ സംവിധാനം നടപ്പിലാക്കണം. നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ആർട്ടിക്കിൾ പറയുന്നുണ്ട്, വേണമെങ്കിൽ പഞ്ചായത്തിന് ഇവരുടെ നിന്ന് വേണമെങ്കിൽ ലെവി വാങ്ങാം. ലെവി വാങ്ങിയിട്ട് ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഇതൊക്കെ പോസിബിൾ ആയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മുടെ ഡിജിറ്റൽ കേരളമായിട്ട് നമ്മൾ മാറി, മുഴുവൻ ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു വിവരാവകാശത്തിന് പോലും നേരെ ചൊവ്വയുള്ള ഒരു മറുപടി, അത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ, എത്ര ഫാക്ടറികൾ ഉണ്ട്? ശരി, നിങ്ങൾക്ക് കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം ഇല്ല, പോട്ടെ, എത്ര ഫാക്ടറികൾ ഉണ്ട്? അതിൻ്റെ ഒരു എണ്ണം ഒന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കിട്ടുകയുള്ളൂ. എണ്ണം കൊണ്ട് മാത്രമല്ല കാര്യം, അതൊരു തീമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണ്.